സംസ്ഥാന രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ച് ഭരണകക്ഷിയായ LDF-ൽ വീണ്ടും വൻ ഭിന്നതയും പരസ്യപ്പോരും ഉടലെടുത്തിരിക്കുകയാണ്. നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെച്ചൊല്ലി മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളായ CPIM-ഉം CPI-യും തമ്മിൽ പോരിപ്പോൾ തെരുവിലേക്ക് നീളുന്ന കാഴ്ചയിലേക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ദിവസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ തർക്കം CPI മുഖപത്രമായ ജനയുഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ വന്ന രൂക്ഷ വിമർശനത്തോടെയാണ് പുതിയ ഘട്ടത്തിലേക്ക് കടന്നത്. എന്നാൽ CPIയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ CPM നേതാക്കൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. CPIയുടെ രാഷ്ട്രീയ സ്വാധീനത്തെയും ജനപിന്തുണയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് CPM നേതാക്കൾ ആഞ്ഞടിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനാണ് CPIയുടെ നിലപാടുകൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം CPIയെ കടന്നാക്രമിച്ചിരിക്കുന്നത്. 2 ലക്ഷത്തോളം വോട്ടർമാരുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ CPIക്ക് 5000 വോട്ടെങ്കിലും തികച്ചു കിട്ടുമോ എന്നാണ് CN മോഹൻ പരസ്യമായി ചോദിച്ചത്. മുന്നണിയിലെന്നും സമ്മർദ്ദതന്ത്രം സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPI എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ ഐക്യം സംരക്ഷിക്കപ്പെടണമെങ്കിൽ CPM എല്ലാം സഹിച്ച് മുന്നോട്ടു പോകണമെന്നാണ് CPIയുടെ നിലപാട്. എന്നാൽ ഇത്തരം സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ പാർട്ടി അർഹിക്കാത്ത കാര്യങ്ങളാണ് സ്വന്തമാക്കുന്നതെന്നും CN മോഹൻ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ PM ശ്രീ വിഷയത്തിൽ CPI സ്വീകരിച്ച നിലപാടുകളെയും CPM നേതാവ് രൂക്ഷമായി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാരിനെ അകത്തുനിന്ന് ആക്രമിച്ച് LDF-നെ നാണം കെടുത്തുകയാണ് CPI ചെയ്തത്. ആ നിലപാടുകളുടെ തുടർച്ചയാണ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്ന കനത്ത തോൽവിയെന്നും CN മോഹൻ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി.